പരിമളത്തിരുമേനിയുടെ നാമത്തിൽ മുട്ടുകുത്തി എന്തപേക്ഷിച്ചാലും അത് സാധ്യമാവും സംശയമില്ല. അതിലൊക്കെ ഉപരിയായിട്ട് പരിമളത്തിരുമേനിയോട് ഒരു കാര്യം പ്രാർത്ഥിക്കണം. അല്ലയോ പരിമളത്തിരുമേനി, അങ്ങ് വിശുദ്ധനായതുപോലെ ആ വിശുദ്ധിയുടെ ഒരു അംശം എന്നിലും എന്റെ മക്കളിലും തരണമേ എന്ന് പ്രാർത്ഥിക്കണം. പരിമളത്തിരുമേനിയുടെ വിശുദ്ധിയുടെ അല്പ അംശമെങ്കിലും നമ്മുടെ മക്കൾക്കുണ്ടായാൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. പരിമളത്തിരുമേനിയുടെ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ദൈവത്തിന് പ്രസാദകരമായ ജീവിതം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയോട് ജീവിക്കണമെങ്കിൽ ദൈവത്തെ മുറുകെ പിടിക്കണം. ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തിലായി തീർന്ന് ദൈവത്തിന്റെ കൂടെ ജീവിക്കുമ്പോഴാണ് വിശുദ്ധിയിലേക്ക് നമ്മൾ വളരുന്നത്. നമ്മൾ കൊള്ളരാത്തവരായി ജീവിച്ചു, തോന്നിയതുപോലെ തിന്നുകയും തോന്നുന്നതൊക്കെ കുടിച്ചും തോന്നിയ പോലെ പറഞ്ഞും തോന്നിയ പോലൊക്കെ ജീവിച്ചാൽ നമുക്ക് വിശുദ്ധി ഉണ്ടാകുകയില്ല. മുള്ളുകൾ നമ്മെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധിയോടെ ജീവിക്കണം. അശുദ്ധമായതൊന്നും പറയല്ലേ, അശുദ്ധമായതൊന്നും തിന്നല്ലേ, അശുദ്ധമായൊന്നും കുടിക്കല്ലേ, അശുദ്ധമായൊന്നും പ്രവർത്തിക്കല്ലേ. ഒത്തിരി ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും വിശുദ്ധി ഉള്ള ഒരു ഹൃദയത്തിന് നീ ഉടമയാകുന്നുവെങ്കിൽ ആ കുടുംബത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. ഒരു കുടുംബത്തിലെ പിതാവിന് വിശുദ്ധി ഉണ്ടെങ്കിൽ ആ കുടുംബം പ്രകാശപൂർണമായി തീരും. ഒരു കുടുംബത്തിലെ അമ്മയ്ക്ക് വിശുദ്ധി ഉണ്ടെങ്കിൽ മക്കളെ ആയുസ്സും ആരോഗ്യവും വർദ്ധിച്ചു വരും. ഇന്ന് അപ്പൻ ഒരു വഴിക്ക്, അമ്മ മറുവഴിക്ക്, മക്കള് പെരുവഴിക്കാണ്. അതല്ല, വിശുദ്ധിയുള്ള കുടുംബജീവിതം നയിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ അത്ഭുതം പ്രവർത്തിക്കും. അതിന് മാതൃകയാണ്ടത് അപ്പനാണ്. അപ്പൻ വിശുദ്ധനായി ജീവിക്കണം. അപ്പോൾ കുടുംബം പ്രകാശപൂർണമായി തീരും, ഐശ്വര്യസമ്പൂർണമായി തീരും. അമ്മയ്ക്ക് കണ്ണീരോടുകൂടിയുള്ള പ്രാർത്ഥന വേണം. കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ച് വിശുദ്ധി നോയമ്പെടുത്ത് പ്രാർത്ഥിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ മക്കൾക്ക് ഐശ്വര്യം ഉണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും. അവരെവിടെ പോയാലും പരിമളത്തിരുമേനിയുടെ ശക്തി അവരെ പിന്തുടരും. അതുപോലെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധി മുറുകെ പിടിച്ചുകൊണ്ട് പരിശുദ്ധനായ പരിമളത്തിരുമേനിയെ പോലെ നമുക്ക് ദൈവത്തിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ നമുക്ക് ഭാഗ്യാവസ്ഥയിലെത്താൻ ഒത്തും. രണ്ടാമതായിട്ട് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, വിനയമുള്ള ജീവിതം നമുക്ക് വേണം. ഒന്നുകൊണ്ടും അഹങ്കരിക്കരുത്, ഒന്നുകൊണ്ടും നിഗളിക്കരുത്. നമ്മൾ എന്തെങ്കിലും മാറ്റുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ കൃപ കൊണ്ടാ. നമുക്കിന്ന് പണമുണ്ട്, പ്രതാപമുണ്ട്, കാറുണ്ട്, സുഭിഷ്ടമായ കെട്ടിടങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ അപ്പനപ്പൂപ്പന്മാര് കണ്ണീരോടെ പ്രാർത്ഥിച്ചതിന്റെ പരമാ. നമ്മുടെ മക്കൾക്ക് ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ നമുക്ക് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും ജീവിതത്തിൽ താഴ്മയുള്ള ജീവിതം നയിക്കണം. ഇന്ന് പരമലപ്പള്ളി വന്നിട്ട് തിരിച്ച് വീട്ടിൽ ചെന്നു എന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ സ്വർഗാരോഹണ പെരുന്നാൾ നമ്മളൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത വർഷം ഉണ്ട് എങ്കിൽ ഉണ്ട് എന്ന് പറയാം. അതുകൊണ്ട് ഒന്നുകൊണ്ടും അഹങ്കരിക്കരുത്. ദൈവത്തോട് പറയണം, ഓ മൈ ഗോഡ്, ഐ ആം നത്തിങ്, ഐ ഹാവ് നത്തിങ്. ദൈവമേ, ഞാൻ ഒന്നുമല്ല, എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ താഴ്മയുള്ള ജീവിതം നയിക്കുമ്പോൾ നീ ഭാഗ്യവാനായി തീരും. മൂന്നാമതായിട്ട് പ്രിയപ്പെട്ടവരെ, എന്റെ വാക്കുകൾ നിർത്തുകയാണ്. വിശ്വസ്തയുള്ള ജീവിതം നയിക്കണം. ദൈവത്തോട് വിശ്വസ്ത വേണം. രോഗം വരട്ടെ, ക്യാൻസർ വരട്ടെ, ദുഃഖം വരട്ടെ, എന്റെ തമ്പുരാന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കണം. ദൈവത്തിൽ പരിപൂർണമായ വിശ്വാസം വേണം. കൊച്ചു തിരുമേനി പരിപൂർണമായ വിശ്വാസം വേണം. എന്റെ കൊച്ചു തിരുമേനിയോട് ഞാൻ പറയുന്നതെല്ലാം സാധിക്കും. എന്റെ തമ്പുരാനോട് ഞാൻ പറയുന്നതെല്ലാം സാധിക്കും. എന്റെ തമ്പുരാന് അസാധ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധി മുറുകെ പിടിച്ചുകൊണ്ട് വിനയമുള്ള ജീവിതം നയിച്ചുകൊണ്ട് എന്റെ തമ്പുരാന് ഒരു കാര്യം അസാധ്യമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് നല്ല ഒരു ജീവിതം നയിക്കുമ്പോൾ ആ സന്യാസി പറഞ്ഞതുപോലെ നമ്മൾ ഭാഗ്യവാന്മാരായി തീരും. അങ്ങനെയുള്ള ഒരു ഭാഗ്യമുള്ള ജീവിതത്തിലേക്ക് പരിമളത്തിരുമേനി നമ്മെ മാടി വിളിക്കുന്നു. ആ തിരുമേനിയുടെ ശബ്ദം കേട്ടുകൊണ്ട് ആ മാടി വിളിക്കുന്ന ആ പരിമളത്തിരുമേനിയുടെ പിന്നാലെ നമുക്ക് യാത്ര ചെയ്യാം. അതിനായി പരിശുദ്ധ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക്